പന്തളത്തെ ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ സെമിനാർ നടക്കുന്ന വേദിക്ക് മുന്നിൽ നിന്നും ഗോകുൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഈ സംഗമത്തെ മറ്റ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് നേരത്തെ സർക്കാർ നടത്തിയ സംഗമത്തിന്റെ ബദൽ എന്നതാണ്. പക്ഷേ വളരെ കൃത്യമായി അങ്ങനെ ഒരു ബദലല്ല ഇത് എന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ, ഉദ്ഘാടന സഭയിൽ തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശബരിമലയുടെ വിശ്വാസവും വികസനവും ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണം കൂടി അജണ്ട മുൻനിർത്തിക്കൊണ്ട് ഇതൊരു ബദൽ സംഗമമല്ല, വളരെ കൃത്യമായി എന്താണോ ശബരിമലയ്ക്ക് വേണ്ടത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കാനുള്ള ചില പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ സെമിനാർ ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെ പുരോഗമിക്കുകയാണ് സെമിനാർ? നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ശബരിമലയുടെ നിലവിലത്തെ സമകാലിക കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് ആവശ്യം എന്താണോ, അനിവാര്യം എന്താണോ, അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടതായിട്ടുള്ളത്, പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് മഹാസംഗമവും അതോടൊപ്പം തന്നെ സെമിനാറുകളും സംഘടിപ്പിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ ആരംഭിച്ച സെമിനാർ സെഷൻ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തളത്ത് നാനാ കൺവെൻഷൻ സെന്ററിലാണ് ഈ സെമിനാറുകൾ നടക്കുന്നത്. ആദ്യ കാര്യക്രമം ഉദ്ഘാടന സഭയായിരുന്നു. നിറഞ്ഞ സദസ്സിൽ ഉദ്ഘാടന സഭ പൂർത്തിയാവുകയുണ്ടായിട്ടുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും അതോടൊപ്പം തന്നെ ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും അടക്കമുള്ള വലിയ ജനപങ്കാളിത്തം ഈ ഒരു ഉദ്ഘാടന സഭയ്ക്കും അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സെമിനാർ സദസ്സിലും ഒക്കെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യ സെഷൻ എന്നോണം, സെമിനാറിന്റെ ആദ്യ സെഷൻ എന്നോണം ശബരിമല വിശ്വാസം എന്ന വിഷയത്തിലാണ് ചർച്ചകൾ നടക്കുകയുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയുടെ വികസനം എന്നുള്ള വിഷയത്തിലാണ്. ജി രാമൻ നായർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹമാണ് ഇപ്പോൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വേദിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ പ്രബന്ധ വിഷയ അവതരണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് അഭിപ്രായ സ്വരൂപണമടക്കം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പമ്പയിൽ നടന്നിട്ടുള്ള സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ 3 വേദികളിലായിട്ട് 3 വിഷയങ്ങളിൽ നടന്നിട്ടുള്ള സെമിനാർ ചർച്ചകൾ നമ്മൾ കണ്ടിരുന്നതാണ്. കസേരകൾ പൂർണ്ണമായിട്ടും കാലിയായിക്കൊണ്ട് വേദിയിൽ മാത്രം ആളുകളെ ഇരുത്തിക്കൊണ്ട് സദസ്സ് ഒഴിഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു 3 സെമിനാറുകളും പമ്പയിൽ നടക്കുകയുണ്ടായത്. എന്തായാലും അതിന് വിപരീതമായി നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സെമിനാർ സദസ്സ് അങ്ങനെ നിറഞ്ഞു തന്നെ നിൽക്കുന്നു എന്നുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൃത്യമായിട്ട് ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത്, ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും 3 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയുടെ വിശ്വാസം, ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സംരക്ഷണം എന്നിങ്ങനെയുള്ള 3 വിഷയങ്ങളിലാണ് ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ശബരിമലയ്ക്കും സ്വാമി അയ്യപ്പനും നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപകരമായിട്ടുള്ള നിഷേധാത്മകപരമായിട്ടുള്ള നടപടികൾക്കും നിലപാടുകൾക്കും എതിരായിട്ട് യഥാർത്ഥ ഭക്തരുടെ ഒരു സംഗമവും അവരുടെ ഒരു ഏകതയുമാണ് ഈ ഘട്ടത്തിൽ പന്തളത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് യഥാർത്ഥ ഭക്തരാണ്. പമ്പയിൽ നടന്ന സർക്കാരിൻ്റെ സംഗമത്തിൽ വിളിച്ചു വരുത്തി കയറ്റിക്കൊണ്ടിരുത്തി ആളെ നിറച്ച് അങ്ങനെ നടത്തിയ പരിപാടിയാണെങ്കിൽ ഇവിടെ സ്വമേധയാ ഈ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് മനസ്സാൽ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തി പങ്കെടുക്കുന്ന ഭക്തജനങ്ങളും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമൂഹവുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ, അവിടെ നിന്നുള്ള മുൻ മന്ത്രി അടക്കമുള്ള പ്രതിനിധികൾ ഇവിടെ എത്തി ഈ പരിപാടിയിൽ പങ്കെടുത്ത് മനസ്സ് തുറക്കുന്ന കാഴ്ചയൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും ശബരിമല എന്ന് പറയുന്നത് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗമം അവർക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ശബരിമലയുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ, അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിക്കാൻ, അവിടെ വികസനം നടക്കണം, പക്ഷേ ഒപ്പം അവിടുത്തെ പൈതൃകവും ആചാരവും വിശ്വാസവും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനുതകുന്ന രീതിയിലുള്ള വികസനം നടപ്പാക്കണം എന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എന്തായാലും സെമിനാർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സെഷൻ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അത് ശബരിമലയുടെ വികസനം, ശബരിമലയുടെ സംരക്ഷണം എന്നുള്ള വിഷയത്തിലാണ് ഇനിയുള്ള സെമിനാർ ഒരു കാലാംശം കൂടി നടക്കാനായിട്ടിരിക്കുന്നത്. അതിനുശേഷം ഈ സെമിനാർ സദസ്സ് പൂർത്തിയാകും. അതിനുശേഷമാണ് മഹാസംഗമം നടക്കുന്നുണ്ടാവുക. തൊട്ട് സമീപത്ത് തന്നെ സ്വാമി അയ്യപ്പൻ നഗർ ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ള വലിയ മൈതാന
മൈതാനത്താണ് ആ മഹാസംഗമത്തിന് വേദി ഒരുക്കിയിരിക്കുന്നത്. അവിടെ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ സെമിനാറിൽ 1000 പ്രതിനിധികളായിരുന്നു ഇതിന്റെ സംഘാടകരായിട്ടുള്ള ശബരിമല കർമ്മസമിതി പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 1000-ൽ കവിഞ്ഞ്, അതായത് ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ 1000 പേർക്കുള്ള ഇരിപ്പിടമാണ് ക്രമീകരിച്ചിരുന്നത്. അത് നിറഞ്ഞു. അതുകൂടാതെ ഇതിന് പുറത്ത്, ഓഡിറ്റോറിയത്തിന് പുറത്തും നൂറുകണക്കിന് തീർത്ഥാടക ഭക്തർ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന് അവിടെ ഇപ്പോഴും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും 1000-ലധികം ആളുകൾ, പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ സെമിനാർ സദസ്സിൽ തന്നെ പങ്കെടുക്കുന്നതിനായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നടക്കം, ഇന്ത്യക്ക് പുറത്തുനിന്ന്, ഭാരതത്തിന് പുറത്തു നിന്നടക്കം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു. എന്തായാലും മഹാസംഗമത്തിലേക്കാണ് ഇനി ഏറ്റവും കണ്ണുനട്ട് നോക്കിയിരിക്കേണ്ടത്. കാരണം 3000 ആളുകളാണ് അവിടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 3000 ആയിരിക്കില്ല, അതിലൊക്കെ ഇരട്ടി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഗോകുൽ, മഹാസംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. അണമുറിയാത്ത ഭക്തജന പ്രവാഹമാണ് പന്തളത്തേക്ക്, അയ്യപ്പൻ നഗറിലേക്ക് ഒഴുകിയെത്തുന്നത്.